പത്തനംതിട്ട പുല്ലാട് ആലുന്തറയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ച ഭാര്യ മരിച്ചു. അഞ്ചാനിക്കൽ വീട്ടിൽ ഷാരിമോളാണ് മരിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഷാരിമോളെയും അച്ഛനെയും അച്ഛന്റെ സഹോദരിയെയും ഭർത്താവ് അജി ആക്രമിച്ചത്. ആക്രമണം നടത്തിയ അജിക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സി കെ അഭിലാൽ ചേർന്നുണ്ട്. അഭിലാൽ, എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത്? ഇയാൾക്കായിട്ടുള്ള തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആദ്യം കുടുംബ വഴക്കിനെ തുടർന്ന് ഷാരിമോളെയാണ് അജി എന്ന ജയകുമാർ കുത്തി പരിക്കേൽപ്പിക്കുന്നത്. അടിവയറ്റിൽ ഇടതുവശത്ത് കുത്തേറ്റ ഷാരിമോളുടെ കുടൽ പുറത്തു ചാടിയ അവസ്ഥയിലായിരുന്നു. നിലവിളി കേട്ട് തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന പിതാവ് ശശി എത്തിയപ്പോൾ അദ്ദേഹത്തെയും ജയകുമാർ കുത്തി പരിക്കേൽപ്പിച്ചു. റോഡിന് എതിർദിശയിലെ വീട്ടിലാണ് ശശിയുടെ സഹോദരി താമസിച്ചു വന്നത്. ബഹളം കേട്ട് അവർ കൂടി എത്തിയപ്പോൾ ജയകുമാർ അവരെയും കുത്തുകയാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ 3 പേർക്കും ഗൗരവകരമായ പരിക്കാണ് ഏറ്റത്. മൂവരെയും ആദ്യം കോഴഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സ്ഥിതി ഗുരുതരമാണെന്ന് കണ്ടു പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ ശസ്ത്രക്രിയയ്ക്കുള്ള തയ്യാറെടുപ്പ് നടക്കുന്നതിനിടെ ഹൃദയാഘാതം സംഭവിച്ചാണ് ഷാരിമോളുടെ മരണം ഉണ്ടായിട്ടുള്ളത്. ഇവർ കോഴഞ്ചേരിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. 3 പെൺകുട്ടികളാണ് ദമ്പതികൾക്ക് ഉള്ളത്. അതേസമയം തന്നെ പരിക്കേറ്റതിൽ രാധാമണിയുടെ പരിക്ക് അല്പം ഗുരുതരമാണ്. അവർക്ക് ശസ്ത്രക്രിയ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അടിവയറ്റിലേറ്റ കുത്തിനെ തുടർന്ന് കുടലിന് പരിക്കേറ്റതായാണ് ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ആള് സ്ഥിരം പ്രശ്നക്കാരനാണോ? എന്താണ് ഈ കുടുംബ വഴക്ക്? സ്ത്രീധന പീഡനമാണോ അതോ സ്വത്തുതർക്കമാണോ? എന്താണ് അക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ഷാരിമോളിലെ സംശയമാണ് ഷാരിമോളിലുണ്ടായ സംശയമാണ് ഈ അക്രമത്തിന്റെയും അതോടൊപ്പം തന്നെ കുടുംബ പ്രശ്നത്തിന്റെ അടിസ്ഥാനമായ കാരണം എന്നുള്ളതാണ് പൊതുപ്രവർത്തകരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ദമ്പതികൾ തമ്മിൽ മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പലതവണ ഷാരിമോളെ ഇയാൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സ്ഥിതി ഉണ്ടായി. ആ സമയങ്ങളിലൊക്കെ തന്നെ പരാതി കോയിപ്പറം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു. എന്നാൽ പോലീസ് താക്കീത് നൽകി ഭർത്താവിനെ വിട്ടയക്കണമെന്നുള്ള നിലപാടാണ് പലപ്പോഴും ഷാരിമോൾ സ്വീകരിച്ചിരുന്നത്. ദമ്പതികൾക്ക് കൗൺസിലിംഗും നൽകിയിരുന്നു. പൊതുപ്രവർത്തകർ കൂടി പല ഘട്ടത്തിലും പ്രശ്നത്തിൽ ഇടപെട്ടുവെങ്കിൽ പോലും ഏതാനും ദിവസം മാത്രം പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കുകയും പിന്നീട് വീണ്ടും വീട്ടിലെത്തുന്ന വേളയിലൊക്കെ തന്നെ ഭാര്യയെ മർദ്ദിക്കുന്ന ഒരു രീതിയാണ് ജയകുമാർ തുടർന്നു വന്നത് എന്നുള്ളതാണ് പൊതുപ്രവർത്തകർ നൽകുന്ന വിവരം.